തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് യുഎസ് സന്ദർശിക്കാനുള്ള അനുമതി കേന്ദ്രം നിഷേധിച്ചത് വലിയ വാർത്തയായത് നമ്മൾ കണ്ടതാണ്. അന്ന് കേന്ദ്രത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പദം വഹിക്കുന്ന ആൾക്ക് പങ്കെടുക്കാൻ അനുയോജ്യമായ പരിപാടി ആയിരുന്നില്ല, അത് പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതിനാലാണ് അനുമതി നിഷേധിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു ചില രാഷ്ട്രീയ പരിപാടികൾ കൂടി രേവന്ത് റെഡ്ഡി അവിടെ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ്. യുഎസ് സന്ദർശനത്തിൽ രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ്, ന്യൂയോർക്ക് മേയർ സൊഹറാൻ മംദാനി എന്നിവരെ കാണാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. രാഷ്ട്രീയ സന്ദർശനമായതുകൊണ്ടാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, രേവന്ത് റെഡ്ഡിയെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് സന്ദർശനം നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയ വിവാദമായൊരു സംഗതി കൂടിയാണ്. അതിന് മുന്നിൽ ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നതും പ്രധാനമാണല്ലോ. കാരണം സൊഹറാൻ മംദാനിയൊക്കെ ഇവിടുന്നൊരു മുഖ്യമന്ത്രി പോയി കണ്ടാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമായ ഒരു കാര്യമല്ല. അത്തരം ചില പ്രശ്നങ്ങളുമുണ്ട് ഇതിന്റെ പിറകിൽ. രഞ്ജിത്ത്, ഈ രേവന്ത് റെഡ്ഡി രണ്ട് രാജ്യങ്ങളിലേക്കുള്ള ഈ സന്ദർശനത്തിനുള്ള അനുമതി ചോദിച്ചത് തെലങ്കാനയെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വിദേശ സർവകലാശാലകളുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്നതിനും ചർച്ചകൾക്കും വേണ്ടിയാണ്. അപ്പോൾ തെലങ്കാനയെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്ന ഒരു ആവശ്യം മുൻനിർത്തിയാണ് UK-യിലേക്കും US-ലേക്കും അപേക്ഷിച്ചത്. UK-യിലേക്ക് അപേക്ഷ അംഗീകരിച്ചു. ഓഗസ്റ്റ് 20 അങ്ങോട്ടേക്ക് തിരിച്ചു. അവിടെ നിന്ന് ബോസ്റ്റണിലേക്കും ഒക്കെ പോകാനാണ് പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ അമേരിക്കൻ സന്ദർശനത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ ഈ JD വാൻസിനെയും സൊഹറാൻ മംദാനിയെയും കാണുമ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ അതിന് ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയുള്ള ഒരു അനുമതിയാണ് തേടേണ്ടിയിരുന്നത്. അതിനപ്പുറത്തേക്ക് ചില സർവകലാശാലകളുമായി സംസ്ഥാനത്തിൻ്റെ ഒരു വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകൾ ഒപ്പുവെക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് പോകാവുന്നതാണ്. പക്ഷേ മറ്റൊരു രാഷ്ട്രത്തിലെ ജനപ്രതിനിധികളെയോ അവിടുത്തെ നേതാക്കളെയോ ഒക്കെ കാണുമ്പോൾ അതിനൊരു നയതന്ത്ര പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പോകണം എന്നൊരു രീതിയാണ് രാജ്യത്തിനുള്ളത്. കാരണം ഇവിടെ നിന്ന് ഒരു ജനപ്രതിനിധി അവിടെ എത്തുമ്പോൾ അദ്ദേഹം ഈ ഒരുപക്ഷെ പ്രതിപക്ഷത്താണോ എന്നതല്ല ചോദ്യം, അദ്ദേഹം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത് ഒരു ഇന്ത്യൻ ഭരണാധികാരി എന്ന തരത്തിലായിരിക്കും അദ്ദേഹത്തിന് അവിടെ ഒരു പ്രതിച്ഛായ ഉണ്ട്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കായ ഒരു രീതിയിൽ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം അന്താരാഷ്ട്ര നിലത്ത് ഉറപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉണ്ടാകേണ്ടത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ യോഗങ്ങൾ അവിടെ ആസൂത്രണം ചെയ്തിരുന്നത് എന്നതാണ് ഈ ഒരു യോഗത്തിന്, ഈ ഒരു യാത്രയ്ക്ക് അനുമതി ബോസ്റ്റണിലേക്കും ന്യൂയോർക്കിലേക്കും ഒക്കെയുള്ള ഈ യാത്രയ്ക്ക് അനുമതി നിഷേധിക്കാനുള്ള ഒരു സുപ്രധാനമായ കാര്യം. മറ്റൊരു പ്രധാന കാര്യം നമുക്കറിയാം, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തെലുഗു സംസാരിക്കുന്ന വിഭാഗമാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏതാണ്ട് 14% ഈ തെലുഗു സംസാരിക്കുന്ന ജനവിഭാഗമാണ്. അവരാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഏതാണ്ട് 12 ലക്ഷത്തോളം ആളുകൾ തെലുഗു സംസാരിക്കുന്നവർ ഉണ്ട്. അപ്പോൾ അവിടെ വലിയൊരു സ്വാധീനം എന്ന നിലയിൽ ഒരു ആന്ധ്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ പോകുന്ന നേതാക്കൾക്ക് ഉണ്ട് എന്ന കാര്യം കൃത്യമാണ്. പക്ഷേ അതിന് ഒരു നയതന്ത്ര രീതിയിലൂടെ ഉള്ള ഒരു അപേക്ഷ സമർപ്പിച്ച് ശേഷം മാത്രമേ അവിടെ പോകാവൂ. അല്ലാതെ സ്വന്തം നിലയ്ക്ക് ഒരു ചർച്ചയ്ക്ക്, മറ്റൊരു സർവകലാശാലകളുമായുള്ള ഒരു ചർച്ചയ്ക്ക് എന്ന പേരിൽ അവിടെ എത്തുകയും പിന്നീട് രാഷ്ട്രീയ നേതൃത്വത്തെ കാണുകയും മറ്റു ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് എതിരാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. അത് ന്യായീകരിക്കാവുന്നതുമാണ്. ശരി, മനു ഭരതാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തുടരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.